Bright Mind Mathsലേക്ക് സ്വാഗതം. ക്ലാസ് 9 ചാപ്റ്റർ 4 എക്സ്പ്ലോറിംഗ് ആൾജിബ്രായിക് ഐഡന്റിറ്റീസ്. ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ് തുടർന്നുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ എക്സസൈസ് 4.1 പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. Exercise set 4.1. Question number 1. Using the identity a plus b whole square is equal to a square plus 2ab plus b square. Expand the following. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യന് ഈ ഒരു ഐഡന്റിറ്റീസ്, അതായത് ആൾജിബ്രായിക് ഐഡന്റിറ്റീസ് ആണ്. ഓൾറെഡി നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഒരു ഐഡന്റിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ്, യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലംസ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 7x പ്ലസ് 4y ഹോൾ സ്ക്വയർ. 7x പ്ലസ് 4y ഹോൾ സ്ക്വയർ. ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഇവിടെ എക്ക് പകരം ഏതായിട്ട് എടുക്കാം? 7x ആയിട്ട് എടുക്കാം. a is equal to 7x and b is equal to 4y. Then identities എങ്ങനെ ചേഞ്ച് വരും? 7x plus 4y whole square is equal to, ഇതിന് ഈക്വൽ ആണ് a plus b whole square. അതുപോലെ തന്നെയാണ് ഇതും വരുന്നത്. So a square, then a plus b whole square ആവുമ്പോൾ a square plus 2ab plus b square ആണ്. അതുപോലെ ഇവിടെ 7x plus 4y whole square ആണെങ്കിൽ എന്ത് വരും? 7 equal to 7x whole square എന്ന് എഴുതാം. 7x whole square plus 2 into 7x into 4y. 2ab ആണ്, അതിന് പകരം 2 into 7x into 4y plus b square. b square, b ഇവിടെ 4y ആണ്, that is b square 4y whole square. ഇവിടെ ഹോൾ സ്ക്വയർ 7x ഹോൾ സ്ക്വയർ എന്ന് ഇട്ടിട്ടില്ലെങ്കിൽ ഇത് b സ്ക്വയർ രണ്ടിനും ബാധകമാവില്ല. അതുകൊണ്ട് തന്നെയാണ് ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. So 7x whole square. 7x whole square is 7 square into x square. 7 square 49 ആണ്. Then x square plus 2 into 4 8. 8 into 7, that is 56. 56. Then x into y, xy plus 4 into 4. 4 square is 4 into 4, that is 16. Then y square, 16 y square. So answer 49x square plus 56 xy plus 16 y square. So second question. 7 divided by 5 x plus 3/2y whole square. ഇവിടെയും a plus b whole square is equal to a square plus 2ab plus b square എന്ന ഐഡന്റിറ്റീസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ എക്ക് പകരം ഏത് വരും? a is equal to 7/5 into x and b is equal to 3/2 into y. Then 7/5x plus 3/2 y whole square is equal to 7/5 x whole square. അതായത് a സ്ക്വയറിന് പകരം ഇവിടെ വരുന്നത് 7/5x whole square ആണ്. Then plus 2 into 3/2 2 into 7/5x into 3/2 y plus 3/2 y whole square, that is b. 3/2 y whole square equal to 7/5 all into x whole square. ഇവിടെ 7/5
അപ്പോഴെന്ത് 7/5 ഹോൾ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ 7/5 സ്ക്വയർ ഉള്ളത് ഏതിന് ബാധകമാണ്? 7നും ബാധകമാണ്, അതുപോലെ തന്നെ 5നും ബാധകമാണ്. അതുകൊണ്ട് 7 സ്ക്വയർ, 7 into 7 49 divided by 5 into 5 25 എന്ന് എഴുതാം. That is 49 divided by 25 into x square plus ഇവിടെ 2 ന്യൂമറേറ്ററിൽ 2 ഉണ്ട്, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും 2 ഉണ്ട്. അതുകൊണ്ട് രണ്ടും വെട്ടിപ്പോവും. സോ 7x 2 2 വെട്ടിപ്പോവും. Then 7x 7/5x into 3y എന്ന് വരും. പ്ലസ് 3/2 ഹോൾ സ്ക്വയർ. 3/2 ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം? 3 സ്ക്വയർ ബൈ 2 square. 3 square ഇവിടെ വരുന്നത് 3 into 3 is 9 and divided by 2 square. 2 square is 2 into 2, 4 into y square. That is 49 by 25 x square plus 7 into 3. 7 into 3 is 21. 21 divided by 5 x into y xy plus 9 divided by 4 y square. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. Question number 3, 2.5 into p plus 1.5 into q whole square. ഇവിടെയും ഐഡന്റിറ്റി a plus b whole square is equal to a square plus 2ab plus b square ആണ് യൂസ് ചെയ്യേണ്ടത്. So a is equal to, എക്ക് പകരം എന്തെടുക്കാം? 2.5 p എന്നെടുക്കാം. Then b is equal to 1.5 q. So 2.5 p plus 1.5 q whole square is equal to, അങ്ങനെ എഴുതാം, 2.5 p whole square plus 2 into 2.5 p into 1.5 q plus 1.5 q whole square. Then that's equal to 2.5 into 2.5 p whole square ആണ്. അതുകൊണ്ട് തന്നെ 2.5 into 2.5 എന്ന് എഴുതണം. 2.5 into 2.5 2.5 into 2.5 എങ്ങനെ എഴുതാം? ആദ്യം 2 പോയിന്റ് റിമൂവ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ആൻസറിൽ എന്ത് ചെയ്യുക? ആൻസർ കിട്ടിയതിന് ശേഷം പോയിന്റ് ആൻസറിലേക്ക് ചേർക്കുക. സോ ഇവിടെ 5 into 5 25 and carrying 2, then 5 into 2 that is 10. 10 plus 2 is 12. Then 2 into 5 is 10. Then 1 carrying 2 into 2, 4. 4 plus 1 is 5. Then 5, 2, 3. ക്വസ്റ്റ്യനിലെ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട്. അതായത് ഫസ്റ്റില് 2.5 1 ഡിജിറ്റും നെക്സ്റ്റ് 2.5 2 ഡിജിറ്റും 1 ഡിജിറ്റും ഉണ്ട്. അപ്പോൾ ടോട്ടൽ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ആണ് ക്വസ്റ്റ്യനില്. അപ്പോൾ ആൻസറിലും എത്ര വരണം? പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് വരണം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 1 and 2. പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് വന്നു. ദാറ്റ് ഈസ് 6.25. So 2.5 into 2.5 is 6.25 p square plus 2 into 2.5. First 2 into 2.5. 2.5 into 2 ആണ് വരുന്നത്. ഇവിടെ പോയിന്റ് റിമൂവ് ചെയ്ത് 25 into 2 that is 50. പോയിന്റ് ക്വസ്റ്റ്യനിലെ പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസറിലോ പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് ആണ് വരിക. ദാറ്റ് ഈസ് 5. Then 5p എന്ന് വരും. 5p into 1.5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. സോ 1.5 into 5. പോയിന്റിന് ശേഷം 0 വന്നാൽ
വാല്യൂ ഇല്ല, സോ 5 തന്നെയാണ് വരുന്നത്. സോ 1.5 ഇൻറ്റു 5, 1.5 ഇൻറ്റു 5 എത്ര വരും? 5 ഇൻറ്റു 5 25. Then 5 into 1, that is 5. 5 plus 2, 7. So ക്വസ്റ്റ്യനില് പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ആൻസറിലും പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് വന്നു. സോ 7.5 എന്ന് പറഞ്ഞു. So 7.5 P into Q. P into Q is PQ. ഇവിടെ 2 into 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ അതിന്റെ ആൻസർ 5 ആണ് ലഭിച്ചത്. ആ 5നെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 7.5 into PQ plus 1.5 into 1.5. 1.5 into 1.5 എന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 50 into 15 മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 225 എന്ന് വരും. അപ്പോൾ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ വരുന്നത്. അതുപോലെ ആൻസറിലും പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് വരും. ദാറ്റ് ഈസ് 2.25 Q സ്ക്വയർ എന്ന് എഴുതാം. 2.25 Q സ്ക്വയർ. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടും. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. Question number 4, 3/4 s plus 8t whole square. S plus 8t whole square. ഇവിടെയും ഐഡന്റിറ്റി a plus b whole square is equal to a square plus 2ab plus b square എന്ന് ആ ഒരു ഐഡന്റിറ്റീസ് ആണ്, algebraic ഐഡന്റിറ്റീസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ a is equal to ക്ക് പകരം ഇവിടെ എന്ത് വരും? 3/4s എന്ന് വരും. b is equal to 8t എന്ന് കിട്ടാം. So 3/4s plus 8t whole square is equal to a square, that is 3/4s whole square എന്ന് എഴുതാം. Plus 2 into 3/4s into 8t plus 8t whole square. B square means 80 under, that is 80 whole square. That's equal to 3/4 whole square. 3 square is 9. 3 into 3, 9. And 4 into 4. Whole square is 4 into 4, that is 16. 9/16 s square plus 2 into 2 4. അതായത് ന്യൂമറേറ്ററിൽ 2, ഡിനോമിനേറ്ററിൽ 4 ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 4. 2ല് how many times? 2 in 1, then 2 in 4 is 2. Therefore 3/2s into 8t എന്ന് കിട്ടി. ഇവിടെ 8 2 ഇതിൽ കട്ടായി പോകും. 8ല് 2 in 2ല് 1. അതുപോലെ തന്നെ 2 in 8 is 4. 4 into 2 is 8. So 14 എഴുതാം. So 3 into 4, 3 into s in vs into 40 എന്ന് വരും. 3 into 4 is 12 and s into t st എന്ന് വരും. Plus 8 into 8, 8 square is 8 into 8, 64 into t into t, t square. So ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 9/16 s square plus 12st plus 64 t square എന്ന് വരും. Question number 3. x plus 1/2y whole square. X plus 1/2y whole square എന്ന് എഴുതാം. ഇവിടെ a is equal to x and b is equal to 2y. Then identity use ചെയ്യുമ്പോൾ x plus 1/2y whole square is equal to x square plus 2 into x. ക്ക് പകരം x ആണ് വരുന്നത്. a b ആണ്. ഇവിടെ b ക്ക് പകരം 1/2y plus b square, that is 1/2y
1 by 2y whole square. That's equal to x square plus 2 cut by 2. That is x by y plus 1 by 2y whole square. 1 square is 1. Then 2 square, 3 square divided by 2 square is 4 and y square. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് 1 by 4y square. Then ആറാമത്തെ ക്വസ്റ്റ്യൻ. Question number 6. 1 by x plus 1 by y whole square. A is equal to 1 by x and B is equal to 1 by y. Then identities 1 by x plus 1 by y whole square is equal to a plus b whole square എന്നുള്ളതുപോലെ തന്നെ a square ഇവിടെ 1 by x whole square plus 2 into 1 by x 2 into 1 by x into 1 by y plus 1 by y whole square. That is 1 square is 1 and x is y, x is square, x plus 2, 1 into 1, 1. It is 2 into 1 into 1, 2. Then x into y divided by x into y, xy plus 1 by y square. And second question. Question number 2. Using the same identity, find the values of the following. The question, 3 questions തന്നിട്ടുണ്ട്. ഈ സെയിം ഐഡന്റിറ്റി തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലംസിന്റെ ഈ ക്വസ്റ്റ്യന്റെ വാല്യൂസ് കണ്ടെത്തണം. സോ ഫസ്റ്റ് 164 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ 64 ഹോൾ സ്ക്വയർ എന്നേ ഉള്ളൂ. എ പ്ലസ് ബി എന്നുള്ള ആ ഒരു ഫോമിലേക്കല്ല ഇത് വന്നിട്ടുള്ളത്. സോ ഇതിനെ എന്ത് ചെയ്യണം? എ പ്ലസ് ബി എന്നുള്ള ഫോമിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് 64 നമ്മൾക്ക് എങ്ങനെ എഴുതാം? 60 plus 4 എന്ന് എഴുതി കൂടെ? 60 plus 4 ദാറ്റ് ഈസ് 64. അപ്പോൾ 60 plus 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു a square, that is 60 whole square in എഴുതാം. 60 square plus 2 into 60 into എന്ത് വരും? 4 എന്ന് വരും. 2 into 60 into 4 plus b square. b square പകരം ഇവിടെ വരുന്നത് b പകരം 4 ആണ്. So 4 square എന്ന് എഴുതാം. Then 60 whole square. 60 whole square എങ്ങനെ വരും? 36. 6 into 6, 36. Then it is 3600 എന്ന് എഴുതാം. That is plus 2 into 60. 2 into 4, 8. 8 into 6, 8 into 6. 48 into 0. That is 480 plus 4 into 4 is 16. Then 6 and 9. 6 plus 4 is 10 and 3 plus 1. That is 4. 4096. Answer വരുന്നത് 4096. That is 64 into 64. Value answer വരിക 4096 എന്ന് എഴുതി. 105 whole square. Second question. 105 whole square. 105 whole square എങ്ങനെ ചേഞ്ച് ചെയ്യാം? a plus b ഫോർമാറ്റിലേക്ക് മാറ്റുക. That is 100 plus 5 whole square. 100 plus 5 എന്ന് എഴുതാം. 105നെ 100 plus 5 എന്ന് എഴുതാം.
So 100 plus 5 whole square is equal to 100 whole square plus 2 into 100 into 5 plus 5 square. That's equal to 100 square. 100 square is 10,000. 0 ആണ് ക്വസ്റ്റ്യനിൽ 0 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 0 വരുമ്പോൾ ആൻസറിൽ സീറോസ് വരും, 40 വരും. സ്ക്വയർ ചെയ്യുമ്പോൾ നേരെ ഇരട്ടിയാണ് 0 വരിക. That is 40 വരും. That is 10,000 plus 2 into 5 into 100. That is 2 into 5 is 10. 10 into 100. That is 1,000 plus 5 into 5, 25. Equal to 11,025. 11,025. Then third question. 205 whole square. 205 whole square. ഇതിനെ 205 എങ്ങനെ ചേഞ്ച് ചെയ്യാം? 200 plus 5 whole square എന്ന് എഴുതാം. Then 200 square. Square ഇവിടെ വരുന്നത് 200 whole square plus 2 into 200 plus into 5 plus 5 square. That is 200 into 200. 200 into 200. 2 into 2. That is 4 എന്ന് എഴുതാം. 20 ആണ് വരുന്നത്. 20 whole square ആണ്. അപ്പോൾ 20 എത്ര വരും? 10 ആകുമ്പോൾ ആൻസർ 0 സ്ക്വയർ ആണെങ്കിൽ 20 വരും. ഇവിടെ 20 ആയതുകൊണ്ട് തന്നെ 40 ആൻസറിൽ വരും. പ്ലസ് 40,000 പ്ലസ് 2 into 5 10. 10 into 2. 10 into 2 is 20. Then 20. That is 2,000 plus 5 into 5 is 25. Then is equal to 42,025. Exercise 4.1 questions ആണ് ഈ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.